നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ക്രിസ്തുവിൻ്റെ അമ്മയായ, നമ്മുടെയും അമ്മയായ വിശുദ്ധ കന്യാമറിയാമിൻ്റെ ജീവചരിത്രമാണ്. സർവസൃഷ്ടിയുടെയും വിമോചനത്തിനും രക്ഷയ്ക്കുമായി സൃഷ്ടാവായ ദൈവം മനുഷ്യനായ അതുല്യ സംഭവമാണ് മനുഷ്യാവതാരം. അപ്രകാരം മനുഷ്യനായി തീർന്ന ദൈവമാണ് ക്രിസ്തുയേശു. ദൈവം മനുഷ്യനായ പ്രക്രിയയിൽ പങ്കാളിയായി തീർന്ന മനുഷ്യ സ്ത്രീയാണ് വിശുദ്ധ കന്യകമറിയം. കന്യകമറിയത്തിലൂടെയാണ് രക്ഷണ്യ പദ്ധതിയിൽ പ്രകാരം ദൈവം ക്രിസ്തുവായി ഭൂമിയിലേക്ക് അവതരിച്ചത്. മനുഷ്യനായി തീർന്ന ദൈവമായ യേശുവിൻ്റെ മുഖത്തോട് ഏറ്റവും സാമ്യവും സാദൃശ്യവുമുള്ള മുഖമാണ് അമ്മ മറിയയുടേത്. കാലസമ്പൂർണതയിൽ ഭൂമിയിൽ ജനിച്ച ദൈവത്തെ തൻ്റെ ഉള്ളിൽ വഹിച്ചതിനാലും പ്രസവിച്ചതിനാലും മറിയം ദൈവപ്രസവത്രിയാണ്. സൃഷ്ടാവിനെ സൃഷ്ടിയുമായി ബന്ധിപ്പിച്ച മാധ്യമവുമാണ്. വിശുദ്ധ കന്യാമറിയം യേശുക്രിസ്തു കഴിഞ്ഞാൽ ക്രിസ്തു സംഭവവുമായി ഏറ്റവുമധികം ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിത്വമാണ് പരിശുദ്ധ മറിയത്തിനുള്ളത്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള മാലാഖയുടെ അറിയിപ്പ് മുതൽ യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ ക്രൂശിനരികെ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ചും വിശുദ്ധ യോഹന്നാനെ ഏൽപ്പിക്കുന്നതും പെന്തിക്കോസ്ത് പെരുന്നാളിൽ പരിശുദ്ധ റുഹായ്ക്കു വേണ്ടി കാത്തിരുന്ന ആദിമസഭയിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധ മറിയത്തിൻ്റെ ജനനം, ബാല്യം, മരണം തുടങ്ങിയവ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ആദിമ ക്രൈസ്തവ സഭയിൽ പ്രചാരം നേടിയ പല ഐതിഹ്യങ്ങളും സംഭവങ്ങളും പരിശുദ്ധ കന്യാമറിയം അമ്മയുടെ ജീവചരിത്രത്തിന് സാക്ഷ്യത്വം നൽകുന്നതാണ്. കന്യാമറിയത്തിൻ്റെ മാതാപിതാക്കൾ യുയാക്കീമും ഹന്നായുമാണ്. അവർ ഇരുവരും പൂർണ്ണമായ ദൈവഭക്തിയിൽ ജീവിച്ചവരായിരുന്നു. എന്നാൽ അവർക്ക് സന്താനങ്ങളില്ലായിരുന്നു. ഒരിക്കൽ യുയാക്കീം ദേവാലയത്തിൽ കാഴ്ചയർപ്പിക്കുവാനായി ചെന്നപ്പോൾ സന്താനങ്ങളില്ലാത്ത ആൾ എന്ന കാരണത്താൽ മുൻഗണന കിട്ടിയില്ല. ദുഃഖിതനായ യുയാക്കീം ഒരു ദൃഢനിശ്ചയത്തോടെ വനാന്തരത്തിലേക്ക് യാത്രയായി. അവിടെ 40 ദിവസം ഭക്ഷണപാനീയങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിച്ച് ഉപവസിച്ചു പ്രാർത്ഥിച്ചു.